വക്കാലത്താക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വക്കാലത്താക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉദ്ഹിയ്യത്തിന്റെ കർമ്മമാണ് വക്കാലത്താക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു ആ വിഷയവുമായി അറിവുള്ള ഫിഖ്ഹിന്റെ നിയമങ്ങൾ അറിയുന്ന ഒരാളെയാണ് വക്കാലത്താക്കാൻ ഏറ്റവും നല്ലത്. എന്നാൽ വക്കാലത്താക്കുമ്പോൾ അവന് അറക്കാനാണ് വക്കാലത്താക്കിയതെങ്കിൽ അവിടെ അറവ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാധ്യത. ഉദ്ഹിയ്യത്തിന്റെ അവിടെ വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. ഒന്ന്, മൃഗം വാങ്ങണം, അതിന് നമ്മൾ വക്കാലത്താക്കണം. അതൊരു സ്വന്തമായ മുസ്തഖില്ലായ ഒരിടപാടാണ്. സ്വന്തമായ ഒരിടപാടാണ് മൃഗം വാങ്ങുക എന്നത്. അപ്പം മൃഗം വാങ്ങാൻ വക്കാലത്താക്കണം. ആ മൃഗത്തെ അറുക്കുക എന്നത് മറ്റൊരു കർമ്മമാണ്. അപ്പോൾ അറുക്കാൻ വക്കാലത്താക്കണം. അറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാംസം വിതരണം ചെയ്യുക, അവകാശികളിലേക്ക് എത്തിക്കുക എന്നത് അതൊരു മറ്റൊരു കർമ്മമാണ്. അതിനും വക്കാലത്താക്കണം. ഇതിൽ തന്നെ നിയ്യത്ത്, ആ വ്യക്തിക്ക് നിയ്യത്ത് കരുതാം, അല്ലെങ്കിൽ വക്കാലത്താക്കപ്പെടുന്ന വക്കീലിന് നിയ്യത്ത് കരുതാം. അതിനും വക്കാലത്ത് വേണം. അപ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഉദ്ഹിയ്യത്തിന്റെ മുഴുവൻ കർമ്മങ്ങളും അതിൻ്റെ അറവും വിതരണവും എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ നിന്നെ വക്കാലത്താക്കി. വക്കാലത്താക്കി എന്ന് അറബിയിൽ തന്നെ പറഞ്ഞു കൊള്ളണമെന്നില്ല, ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാലും മതി. നിയ്യത്തും അതിനു വേണ്ടുന്ന നിയ്യത്ത് വെക്കാനും ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറയണം. എന്നാൽ അവിടെ മൃഗം വാങ്ങാനും അറവ് നടത്താനും മാംസവിതരണത്തിനും നിയ്യത്തിനുള്ള വക്കാലത്തായി. ഇനി നിയ്യത്ത് അദ്ദേഹം വെക്കുകയാണെങ്കിലോ, എന്നാൽ വക്കാലത്താക്കി ഏൽപ്പിക്കുമ്പോൾ ഞാനൊരു മൃഗം വാങ്ങി, ആ മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറുക്കാനും മാംസവിതരണത്തിനും ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് മതി? അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ നിയ്യത്ത് വെച്ചാൽ മതിയാവും. സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് ഞാൻ നടത്തുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. അല്ല, അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണെങ്കിലോ, നിയ്യത്ത് വെക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് വേറെ തന്നെ വക്കാലത്ത് ചെയ്യണം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഉദ്ഹിയ്യത്ത് എന്ന് നിരുപാധികം പറയാൻ പാടില്ല. സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് എന്ന് പറയണം. എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് കർമ്മം, അതിന് മൃഗം വാങ്ങാനും അതിന് അറവ് നടത്താനും മാംസം വിതരണം ചെയ്യാനും നിയ്യത്ത് വെക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയണം. സുന്നത്താക്കപ്പെട്ടതാകുമ്പോൾ സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് എന്ന് തന്നെ പറയണം. അല്ലാതെ നിരുപാധികം ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി ഗണിക്കും. അങ്ങനെ വരുമ്പോൾ ആ മാംസം ഫക്കീർ, മിസ്കീന് ഗണത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ അത് നൽകാൻ പാടുള്ളൂ. ഇന്നൊക്കെ സംഘടിതമായി നടത്തുന്നിടത്ത് കൂട്ടമായി മാംസം എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടാൻ പറ്റുകയില്ല. കാരണം അത് നിർബന്ധമായി മാറും. എന്നാൽ സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാലോ, അത് സുന്നത്തായിരിക്കും. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആരെയാണോ വക്കാലത്താക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിനാണ് വക്കീല് എന്ന് പറയുന്നത്. ആ വക്കീലിന് അതിൽ നിന്ന് മാംസം എടുക്കാൻ പാടില്ല, ഹറാമാണ് എന്നാണ് മസല. എപ്പോൾ? മുവക്കിലിന്റെ, വക്കാലത്താക്കി ഏൽപ്പിക്കുന്ന ആളുടെ സമ്മതമില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പറ്റൂല? അതിന് മാംസം എടുക്കാൻ പറ്റൂല. അപ്പൊ മറ്റൊരാളെ ഉദ്ഹിയ്യത്തിന്റെ കർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിക്കപ്പെടുന്ന വക്കീല് അതിൽ നിന്ന് ഒരു കഷ്ണം പോലും തിന്നാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ എന്ത് വേണം? അദ്ദേഹത്തിന് അനുമതി കൊടുക്കണം. വക്കാലത്തിന്റെ കൂട്ടത്തിൽ എന്തും കൂടെ പറയണം, അതിൻ്റെ മാംസത്തിൽ നിന്ന് നിങ്ങൾക്കും ഭക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും എടുക്കാവുന്നതാണ് എന്ന് സമ്മതം കൊടുക്കണം. ആ സമ്മതം കൊടുക്കുമ്പോഴേ എന്ത് പറ്റുള്ളൂ? അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എടുക്കൽ എന്താണ്? ഹറാമാണ്. മുവക്കിലിന്റെ സമ്മതമില്ലാതെ മാംസം എടുക്കൽ ഹറാമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്ന്, സുന്നത്താകുമ്പോൾ സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് എന്ന് തന്നെ പറയണം. ഉദ്ഹിയ്യത്തിന്റെ കർമ്മങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു, അതിന്റെ നിയ്യത്ത് വെക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് വക്കാലത്താക്കണം. വക്കാലത്താക്കിയ ആൾക്ക് അതിൽ നിന്ന് എടുക്കാനുള്ള അനുമതിയും നൽകണം. ഇങ്ങനെയാണ് വക്കാലത്താക്കേണ്ടത്.